എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ എൻറ്റൈറ്റിയെ കാണാൻ കൊച്ചുകുട്ടികൾക്ക് കഴിവുണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. അത്തരത്തിൽ ഒരു സംഭവം പറയട്ടെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വിഷ്ണുവിനെ ഞാനൊന്ന് കാണുന്നത്. അവസാനം കാണുമ്പോൾ അവൻ ഹൈദരാബാദിൽ സെറ്റിൽഡ് ആയിരുന്നു. സംസാരത്തിൽ ഇനി ഹൈദരാബാദിലോട്ട് ഇല്ലെന്നും അവിടുത്തെ ജോലി തന്നെ രാജിവെച്ചെന്നും അവൻ പറഞ്ഞു. ഹൈദരാബാദിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പൊങ്ങച്ചത്തോടെ മാത്രം സംസാരിക്കുന്ന അവൻ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് എനിക്ക് സംശയം തോന്നി. ഇതിനെപ്പറ്റി ചോദിച്ചെങ്കിലും വ്യക്തമായി അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൻ ആ സത്യം എന്നോട് പറഞ്ഞു. അവനും അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ കുഞ്ഞിനും അവർ താമസിച്ച വീട്ടിൽ വെച്ചുണ്ടായ ഭയാനകമായൊരു അനുഭവം. നഗരത്തിൽ നിന്ന് കുറച്ചു മാറിയുള്ള വളരെ ശാന്തമായൊരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവരുടെ കുഞ്ഞിന് അപ്പോൾ 7 മാസമായിരുന്നു പ്രായം. എല്ലാ ദിവസവും രാത്രി കൃത്യം 3:15 അവൻ ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ കരയാൻ തുടങ്ങും. സാധാരണ കുട്ടികൾ വിശക്കുമ്പോൾ കരയുന്നത് പോലെയല്ലത്. വല്ലാത്തൊരു പേടിയോടെയുള്ള അലർച്ചയായിരുന്നു അത്. അവൻ കരഞ്ഞു തുടങ്ങുമ്പോൾ ഹരിയും മീനുവും ഞെട്ടിയുണരും. പിന്നെ അവനെ സമാധാനിപ്പിച്ച് ഉറക്കാൻ മണിക്കൂറുകളെടുക്കും. അപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാകും. തുടർച്ചയായ ഈ ഉറക്കമില്ലായ്മ അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കാൻ തുടങ്ങി. ഓഫീസിൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുമ്പോൾ വിഷ്ണുവിന് കണ്ണുകൾ തനിയെ അടഞ്ഞു പോകും. മീറ്റിങ്ങുകളിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റാതെയായി. കാര്യങ്ങൾ വഷളായതോടെ ബോസിൽ നിന്ന് അവന് ശകാരങ്ങൾ പോലും കേൾക്കേണ്ടി വന്നു. മീനുവിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. പകൽ മുഴുവൻ അവൾ വല്ലാത്തൊരു ക്ഷീണത്തിലായിരുന്നു. ഉറക്കച്ചടവിൽ അവൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നത് കാരണം അടുക്കളയിൽ ചെറിയൊരു തീപിടുത്തം വരെ ഉണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കുട്ടി കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റപ്പോൾ മീനു വിഷ്ണുവിനോടൊരു കാര്യം പറഞ്ഞു. വിഷ്ണുവേട്ടാ, അവൻ വെറുതെ കരയുന്നതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. അവൻ ഈ കരയുന്ന സമയത്തൊക്കെ മുറിയുടെ ആ മൂലയിലേക്ക് നോക്കിയാണ് കിടക്കുന്നത്. അവിടെ എന്തോ ഉള്ളതുപോലെ. വിഷ്ണു അവൾ പറഞ്ഞ ദിശയിലേക്ക് നോക്കി. മുറിയുടെ വലതുവശത്തെ ഇരുണ്ട മൂല. അവിടെ അവരുടെ പഴയൊരു അലമാരയുണ്ടായിരുന്നു. നൈറ്റ് ലാമ്പിൻ്റെ മങ്ങിയ വെളിച്ചം അങ്ങോട്ട് എത്തിയിരുന്നില്ല. വിഷ്ണു ശ്രദ്ധിച്ചു നോക്കി. അവിടെ ഒന്നുമില്ലായിരുന്നു, വെറും ഇരുട്ട് മാത്രം. എങ്കിലും അവൾ പറഞ്ഞത് അവൻ്റെ മനസ്സിൽ കിടന്നു. അന്ന് രാത്രി വിഷ്ണു ഉറങ്ങിയില്ല. മീനുവും കുട്ടിയും നല്ല ഉറക്കത്തിലായിരുന്നു. മുറിയിൽ ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രമുണ്ട്. വിഷ്ണുവിൻ്റെ കണ്ണുകൾ അലമാരയ്ക്ക് മുകളിലെ ആ ഇരുണ്ട കോണിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് മുറിയിലെ വായുവിന് വല്ലാത്തൊരു തണുപ്പ്. അവൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ആ ഇരുട്ടിന് ചെറിയൊരു മാറ്റം സംഭവിക്കുന്നതായി അവന് തോന്നി. ആ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം വേർപെട്ട് വരികയാണ്. വിഷ്ണു ഇതെന്നോട് പറയുമ്പോൾ അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നു. എന്നാൽ അസാധാരണമാംവിധം ഉയരമുള്ള മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കൂരിരുട്ടിൽ അതങ്ങനെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൻ്റെ നോട്ടം കട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ നേരെയാണെന്ന് വിഷ്ണുവിന് വ്യക്തമായി മനസ്സിലായി. അത് ആ കുഞ്ഞിനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. കൃത്യം സമയം 3:15 കുട്ടി ഞെട്ടിയുണർന്ന് ആ മൂലയിലേക്ക് നോക്കി അലറിക്കരയാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് മീനു പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എന്താ വിഷ്ണുവേട്ടാ, എന്തു പറ്റി? വിഷ്ണുവിന് അനങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ വിറയ്ക്കുന്ന വിരലുകളോടെ ആ മൂലയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആ രൂപം അപ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മീനു അവൻ ചൂണ്ടി ദിശയിലേക്ക് നോക്കി കണ്ണുകൾ ചെമ്മിയൻ തുറന്നു നോക്കി. ഇല്ല, എന്താണ് അവിടെ? അവിടെ ഒന്നുമില്ലല്ലോ, വെറും ഇരുട്ടല്ലേ, അവൾ പറഞ്ഞു. ഒന്ന് സൂക്ഷിച്ചു നോക്ക് മീനു. ഹരിയുടെ ശബ്ദം ഒരുതരം ദയനീയ അവസ്ഥയിലായിരുന്നു. അവൾ വീണ്ടും ആ ഇരുട്ടിലേക്ക് കണ്ണുകൾ നട്ടു. സെക്കൻഡുകൾ ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് ഹരിയുടെ കൈത്തണ്ടയിൽ മീനുവിൻ്റെ കൈകൾ പിടിമുറക്കി. ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ ആ മൂലയിലേക്ക് നോക്കി തറഞ്ഞിരുന്നു. അവൻ കണ്ടത് അവളും കണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും ശ്വാസം അടക്കി പിടിച്ച് അതിനെ തന്നെ നോക്കിയിരിക്കെ അതുവരെ പ്രതിമ പോലെ നിന്ന ആ രൂപത്തിൽ ഒരു നേർത്ത ഇളക്കം സംഭവിച്ചു. അതിൻ്റെ അസാധാരണമാംവിധം നീളമുള്ള കഴുത്ത് ഒരു വശത്തേക്ക് സാവധാനം ചരിഞ്ഞു. എല്ലുകൾ ഉരയുന്ന പോലെ ഒരു നേർത്ത ശബ്ദം അപ്പോൾ മുറിയിൽ മുഴങ്ങി. അത് വളരെ പതുക്കെ കുട്ടിയുടെ നേരെ ഒരു ചുവട് വയ്ക്കാൻ തുടങ്ങുകയാണെന്ന് അവർക്ക് മനസ്സിലായി. സ്വന്തം കുഞ്ഞിന് നേരെ അത് വരുന്നു എന്ന യാഥാർത്ഥ്യം വിഷ്ണുവിൻ്റെ മരവിപ്പിനെ ഒറ്റയടിക്കില്ലാതാക്കി. സർവശക്തിയും എടുത്ത് അവൻ കട്ടിൽ നിന്ന് കുതിച്ചു ചാടി ചുമരിലെ സ്വിച്ച് ബോർഡിൽ വിരലുകൾ അമർത്തി. മുറിയിലാകെ ട്യൂബ് ലൈറ്റിൻ്റെ
കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം നിറഞ്ഞു. വിഷ്ണു ഹിതച്ചുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞ് മൂലയിലേക്ക് നോക്കി. അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പഴയ തടിയലമാരയും അതിന് പിന്നിലെ വെളുത്ത ഭിത്തിയും മാത്രം. ഒരു നിഴൽ പോലും ബാക്കി വയ്ക്കാതെ ആ രൂപം വായുവിൽ അലിഞ്ഞില്ലാതായതുപോലെ. മുറിയിലെ ഭയപ്പെടുത്തുന്ന തണുപ്പിനും പതിയെ ശമനം വന്നു. അന്ന് രാത്രി തന്നെ വിഷ്ണുവും കുടുംബവും അവിടെ നിന്നിറങ്ങി. പിന്നീടൊരിക്കലും അവരങ്ങോട്ട് തിരികെ പോയിട്ടില്ല. പക്ഷേ ഇന്നും ആ സംഭവം വിഷ്ണുവിലുണ്ടാക്കിയ ഭയം അവസാനിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ലൈറ്റ് ഇട്ടപ്പോൾ അതെങ്ങോട്ടാണ് പോയത്? അതോ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർക്കതിനെ കാണാൻ കഴിയാത്തതാണോ? ഉത്തരം നിങ്ങൾ തന്നെ പറയൂ.